നമസ്കാരം. വീടിനേക്കാൾ സുഖപ്രദം ജയിൽ തന്നെ. കൂട്ടുകുടുംബമായി തടവിൽ, നോക്കുകുത്തിയായി പോലീസ്. UDF ഭരണത്തിലേക്ക് എത്തിയെങ്കിലും ഉദ്യോഗസ്ഥ വിന്യാസം പൂർത്തിയാകാത്തത് തിരിച്ചടി തന്നെയാണ് UDF. സഖാക്കൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് ജയിൽ ഉദ്യോഗസ്ഥരുടെ സംഘടനയിലെ തന്നെ ഇടതുപക്ഷ സഹയാത്രികരാണ്. പൂജപ്പുരയിലെ സെല്ലിൽ സഖാക്കൾ താമസിക്കുന്നത് ഒരുമിച്ച് കൂട്ടുകുടുംബ സമ്പ്രദായ വ്യവസ്ഥിതി. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 26 പ്രതികളിൽ ആർക്കും ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല. പക്ഷെ അവർ സന്തുഷ്ടരാണ് കേട്ടോ. എന്നാൽ ഇവർ പൂജപ്പുര ജില്ലാ ജയിലിൽ കഴിയുന്നവർക്ക് ജില്ലാ ജയിലിൽ ഉദ്യോഗസ്ഥർ വഴിവിട്ട് സൗകര്യങ്ങൾ ഒരുക്കുന്നുവെന്ന് ആക്ഷേപം ഉയരുകയാണ്. സഖാക്കൾ എന്ന പരിഗണനയിൽ ഇവർക്ക് ചില ഉദ്യോഗസ്ഥരാണ് പ്രത്യേകമായിട്ടുള്ള പരിഗണന നൽകുന്നത് എന്നുള്ള ആരോപണം ഉയർന്നു കഴിഞ്ഞു. ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ആദ്യം റിപ്പോർട്ട് ചെയ്തത് മലയാള മനോരമയാണ്. ആഴ്ചയിൽ 2 തവണ മാത്രം അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള സന്ദർശകരെ അനുവദിക്കാമെന്നാണ് ചട്ടമെങ്കിലും ഇത് ലംഘിച്ച് ദിവസേന പ്രതികളെ തേടി സന്ദർശകരെത്തുന്നുവെന്നും ചട്ടലംഘനം കണ്ടുപിടിക്കാതിരിക്കുവാൻ സന്ദർശക രജിസ്റ്ററിൽ മുഴുവൻ വിവരങ്ങളും രേഖപ്പെടുത്തുന്നില്ല എന്നുമാണ് ഉയരുന്ന ആക്ഷേപമെന്ന് പറഞ്ഞു. എല്ലാ പ്രതികളെയും ജയിലിൽ വിശാലമായ സെല്ലിൽ ഒന്നിച്ചാണ് പാർപ്പിച്ചിട്ടുള്ളത്. വധശ്രമം ഉൾപ്പെടെ ചുമത്തിയ കേസിലെ പ്രതികളെ ഒന്നിച്ചു കഴിയാൻ അനുവദിച്ചത് വഴിവിട്ട നീക്കമാണ് എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ജയിൽ ഉദ്യോഗസ്ഥരുടെ സംഘടനയിലെ ഇടതുപക്ഷ സഹയാത്രികനായ ഉദ്യോഗസ്ഥരാണ് ഇതിന് കളമൊരുക്കുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നുവെങ്കിലും ജയിലിൽ കാര്യമായിട്ടുള്ള സ്ഥലമാറ്റങ്ങളോ സ്ഥാനമാറ്റങ്ങളോ നടന്നിട്ടില്ല എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇവിടെ പിണറായി സർക്കാർ നിയമിച്ച കാലത്തെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ജയിലിൽ ഇപ്പോഴും ഭരണമൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടത് അനുഭാവികൾക്ക് വേണ്ടിയിട്ട് ചട്ടങ്ങൾ വഴിമാറുന്നതും റിമാൻഡ് പ്രതികളെ മുഴുവൻ സമയവും ലോക്കപ്പിൽ സൂക്ഷിക്കണമെന്നും ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തിറക്കണമെന്നുമാണ് വ്യവസ്ഥയെങ്കിൽ കൂടിയും ജയിൽ ഉദ്യോഗസ്ഥർ ഇത് പാലിക്കുന്നില്ല എന്നുള്ളതാണ്. ഇടയ്ക്കിടെ സെല്ലിന് പുറത്തിറങ്ങാൻ അവസരമൊരുക്കുന്ന തരത്തിലാണ് ക്രമീകരണം തന്നെ. മറ്റ് അവശ്യ വസ്തുക്കൾ എത്തിക്കുവാനും ജീവനക്കാരുടെ സഹായം ലഭിക്കുന്നതായുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 5 പ്രതികളെ കൂടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു. 6 മുതൽ 10 വരെ പ്രതികളായിട്ടുള്ള കിരൺ, അനിൽകുമാർ, ഷെഫീഖ്, ഹരീഷ് കുമാർ, ദിനീത് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണിക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തത്. ഇവരെ ഇന്നലെ തന്നെ വൈകിട്ട് പിണറായിയുടെ ബേക്കറി ജംഗ്ഷനിൽ വീടിന് മുന്നിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 1 മുതൽ 5 വരെയുള്ള പ്രതികളായിരുന്ന നിതിൻ രാജ്, M മനോജ്, J ജീവൻ, A ഷാഹിൻ, R ശ്രീജിത്ത് എന്നിവരെ നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കണമെന്നും കൂട്ടുപ്രതികളെ തിരിച്ചറിയണമെന്നും കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. 300 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. 46 പ്രതികളെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ശേഷിക്കുന്ന പ്രതികളെ ഉടൻ പിടികൂടുവാനുള്ള ശ്രമത്തിലുമാണ് പോലീസ്. നേരത്തെ ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതികളുടെ വാദം തള്ളിക്കൊണ്ട് പോലീസ് രംഗത്തെത്തിയിരുന്നു. പെട്ടെന്നുള്ള പ്രകോപനമാണ് ആക്രമണത്തിന് പിന്നിലെന്ന പ്രതികളുടെ വാദം നിലനിൽക്കില്ല എന്നാണ് കോടതിയിൽ പോലീസ് പറയുന്നത്. ഉദ്യോഗസ്ഥരെ ആക്രമിക്കുവാൻ പ്രവർത്തകർ സംഘടിച്ചെത്തുകയായിരുന്നുവെന്നും കയ്യിൽ ആയുധങ്ങളുമായാണ് പ്രവർത്തകർ എത്തിയത് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ED സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണം പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ളതായിരുന്നു എന്നതായിരുന്നു പ്രതികളുടെ വാദം. പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ വീടിന് മുന്നിൽ എത്തിയത് എന്നുകൂടി അവർ പറയുന്നുണ്ട്. മാത്രമല്ല ആക്രമിക്കുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നുകൂടി അവർ പറയുക. പോലീസിന്റെ ചോദ്യം ചെയ്യലായിരുന്നു 5 പ്രതികൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ പ്രതികളുടെ വാദം തള്ളുകയാണ് പോലീസ്. ED സംഘത്തിന് നേരെ ആസൂത്രിതമായിട്ടുള്ള ആക്രമണമാണ് നടന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഇഷ്ടിക അടക്കമുള്ള വസ്തുക്കളായിരുന്നു പ്രവർത്തകർ ഇതിനുവേണ്ടി ഉപയോഗിച്ചതെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല പ്രതിഷേധിക്കുക മാത്രമായിരുന്നില്ല ഇവരുടെ ലക്ഷ്യമെന്നും പോലീസ് പറയുകയാണ്. ഗൂഢാലോചന തെളിയിക്കുന്നതിനായിട്ട് പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എന്തെങ്കിലും ആഹ്വാനം നടന്നിട്ടുണ്ടോ, നേതാക്കൾക്ക് അതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോണുകൾ പരിശോധനയ്ക്ക് അയച്ചത്. പരിശോധനാ ഫലം വന്ന ശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലെത്തുക. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അത് നിലവിൽ പ്രത്യേക സംഘമായിട്ടാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഇതിന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. മ്യൂസിയം SHO R പ്രശാന്ത് തന്നെയാണ് മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ. 5 ഇൻസ്പെക്ടർമാരെയും 7 SIമാരെയും അടക്കം 30 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം. ആദ്യം മ്യൂസിയം പോലീസിനായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല എന്ന് പറയപ്പെടുന്നത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകുകയായിരുന്നു. ഇവിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ആസൂത്രണത്തോടെയുള്ള രാഷ്ട്രീയ ആക്രമണമാണ് എന്ന് കോടതി നേരത്തെ തന്നെ നിരീക്ഷിച്ചിരുന്നു. ഭരണഘടനാ സ്ഥാപനത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് ഇത് എന്ന് കൂടി കോടതി പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സഖാക്കളായി എത്തിയ പ്രതികളായതുകൊണ്ട് തന്നെ സംഭവം ഇവിടെ ജോറാണ്.
കാരണം പൂജപ്പുര ജയിലിൽ വീടിനേക്കാൾ സുഖപ്രദമായിട്ട് ജയിലിൽ കഴിയാൻ കഴിയുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട്. ഒരു കൂട്ടുകുടുംബത്തിന്റെ സ്ഥിതിവിശേഷത്തിൽ ആ ഒരു മട്ടിലും ഭാവത്തിലുമൊക്കെ അവർക്ക് ജയിലിൽ കഴിയാൻ കഴിയുന്നുണ്ട്. നോക്കുകുത്തികളായി നിൽക്കുന്ന പോലീസുകാർക്ക് മുൻപിൽ കൂട്ടുകുടുംബമായി തടവിൽ ഇങ്ങനെ സുഖപ്രദമായി ജീവിക്കുകയാണ് 26 പ്രതികൾ. 5th ആനന്ദ് TV ഫിലിം അവാർഡ്സ് ജൂൺ 13 അപ്പോളോ മാഞ്ചസ്റ്ററിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് ടിക്കറ്റ്സ് കോൾ 020-8548-4897.